വാത്സല്യവും സ്നേഹവും കുസൃതിയും നിറയുന്ന ചിരിയോടെ 76-ാമത്തെ വയസ്സിൽ സിനിമയിലെത്തി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. മുത്തശ്ശൻ വേഷങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട മുത്തശ്ശൻ. 1923 ഒക്ടോബർ 19 പുല്ലേരി വാദ്യാർ ഇല്ലത്ത് നാരായണൻ വാദ്യാർ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായി ജനനം. പയ്യന്നൂർ ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് ശേഷം 6 മാസം എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് ആ ജോലിയിൽ നിന്ന് തിരിച്ചു വന്ന് കർഷകനായി. തുടർന്ന് 22 വർഷം സ്കൂൾ ജീവനക്കാരനായിരുന്നു. പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിലെ തെക്കുംപുറത്ത് മനയിൽ നിന്നുള്ള ലീല അന്തർജനത്തെയാണ് വിവാഹം കഴിച്ചത്. ഇവർ 2009 അന്തരിച്ചു. ഭവദാസൻ, കേരള ഹൈക്കോടതി ജഡ്ജിയായ കുഞ്ഞികൃഷ്ണൻ, ദേവി, യമുന എന്നിവരാണ് മക്കൾ. ചലച്ചിത്ര സംഗീത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ മരുമകനാണ്. ചെറുമകനായ ദീപാങ്കുരനും സംഗീത സംവിധായകനാണ്. ദേശാടനം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് മലയാളത്തിലും തമിഴിലും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. കമൽഹാസനൊപ്പം പമ്മൽ കെ സംബന്ധം, രജനീകാന്തിനൊപ്പം ചന്ദ്രമുഖി, ഐശ്വര്യറായിയുടെ മുത്തച്ഛൻ വേഷത്തിൽ കണ്ടുകൊണ്ടേൻ, രാപ്പകൽ, കല്യാണരാമൻ, ഒരാൾ മാത്രം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മരുമകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംവിധാനം ചെയ്ത മഴവില്ലിനറ്റം വരെയാണ് ഒടുവിലായി അഭിനയിച്ച ചിത്രം. ദേശാടനം എന്ന ചിത്രത്തിന്റെ പൂജയും റെക്കോർഡിങ്ങും കോഴിക്കോടാണ് നിശ്ചയിച്ചിരുന്നത്. പൂജയുടെ ദിവസം ഉച്ചയ്ക്ക് സംവിധായകൻ ജയരാജും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മരുമകനും കവിയുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും തിരുവണ്ണൂരിലെ കൈതപ്രത്തിന്റെ വീട്ടിലാണ് ഊണ് കഴിക്കാനെത്തിയത്. അന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൈതപ്രത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ചോറ് വിളമ്പിക്കൊടുത്ത ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ട ജയരാജ് ദേശാടനത്തിലെ മുത്തച്ഛനായി അപ്പോൾ തന്നെ അദ്ദേഹത്തെ നിശ്ചയിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കല്യാണരാമനിൽ വികൃതിയായ മുത്തച്ഛനായി എത്തി മലയാളികളെ കുടുകുടെ ചിരിപ്പിച്ചു. AKG മുതൽ പിണറായി വിജയൻ വരെയുള്ളവരുടെ അടുത്ത സുഹൃത്തായിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കറതീർന്ന കമ്മ്യൂണിസ്റ്റായിരുന്നു. AKG വിയ്യൂർ ജയിൽ ചാടി പയ്യന്നൂരിലെത്തിയപ്പോൾ അഭയം നൽകിയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു. മർദ്ദനമേറ്റ് പഴുത്ത മുറിവുകൾക്ക് മരുന്ന് വെച്ച് കെട്ടുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് അദ്ദേഹമായിരുന്നുവെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൌണിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ PV കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് വീട് വിട്ട് പുറത്തിറങ്ങിയിരുന്നില്ല. എങ്കിലും കോവിഡ് അദ്ദേഹത്തെ പിടികൂടി. കോവിഡ് ബാധിതനായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനാ ഫലം നെഗറ്റീവായതിനു ശേഷം വീട്ടിലേക്ക് മാറി. എന്നാൽ തൊട്ടടുത്ത ദിവസം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അന്ത്യം സംഭവിക്കുകയായിരുന്നു. പല്ലില്ലാത്ത മോണ കാണിച്ചുള്ള ആ ചിരി മാഞ്ഞുവെന്ന് വിശ്വസിക്കാൻ മലയാളിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല.